ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ട് എങ്ങനെ നല്ലൊരു ചെറുപയർ തോരൻ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ചെറുപയർ തോരൻ തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ചെറുപയർ ഒന്ന് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കണം. ഞാനിപ്പോൾ അരക്കപ്പ് അളവിലാണ് കേട്ടോ ചെറുപയർ എടുത്തിട്ടുള്ളത്. ഇതൊരു ബൗളിലേക്ക് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് 1 മണിക്കൂർ ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം. അങ്ങനെ 1 മണിക്കൂർ വെള്ളം ചേർത്ത് ചെറുതായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുള്ള പയറാണിത്. ഇനി നമുക്ക് നമ്മുടെ ഈ പയറൊന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുക്കറിലിട്ട് നമുക്കൊന്ന് വേവിക്കാവുന്നതാണ്. കുതിർത്തെടുത്ത നമ്മുടെ ഈ പയർ കുക്കറിലേക്ക് ചേർക്കാവുന്നതാണ്. കൂടെ നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി വെക്കാം. അരക്കപ്പ് പയറിന് 1 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം വെക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ചു വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കൂടുതൽ വിസിൽ വരണ്ട. പഴയ കുക്കറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1 വിസിൽ കൂടി കൂടുതലായിട്ട് വേണ്ടി വരും. 2 വിസിലിൽ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതിൽ ഒരു 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇപ്പോൾ തന്നെ തുറക്കാൻ വേണ്ടി നിൽക്കരുത്. ഇതിലെ കംപ്ലീറ്റ് പ്രഷറും ഇങ്ങനെ ഇരുന്ന് പോകട്ടെ. അതിനുശേഷം മാത്രം നമുക്കൊന്ന് തുറക്കാം. ഇപ്പോൾ ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറക്കാവുന്നതാണ്. നല്ലതുപോലെ തന്നെ പെർഫെക്റ്റായിട്ട് നമ്മുടെ പയറൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേണം കേട്ടോ നമ്മുടെ ഈ പയറൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. നമ്മുടെ ഈ പയറെല്ലാം ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെറിയൊരു തേങ്ങാക്കൂട്ടും തയ്യാറാക്കിയെടുക്കാം. മിക്സിയുടെ ചെറിയൊരു ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർക്കേണ്ടത് ചിരകിയ തേങ്ങയാണ്. 1/4 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ചിരകിയ തേങ്ങ എടുത്തിട്ടുള്ളത്. അത് ചേർക്കാം. കൂടെ വേണ്ടത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ്. 1 പച്ചമുളകും കൂടി ചേർക്കാവുന്നതാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി വേണ്ടത് വെളുത്തുള്ളി അല്ലിയാണ്. 2 ചെറിയ വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുതാണെന്നുണ്ടെങ്കിൽ 1 മതിയാവും. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതുപോലെ ഒരല്പം കറിവേപ്പിലയും കൂടി. ഇത്രയും ചേർത്തിട്ട് ലൈറ്റായിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ്. തേങ്ങ ഒരുപാട് അരഞ്ഞു പോകാതെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഇതുപോലെ ചെറുതായിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. തേങ്ങ ഒരുപാട് അരഞ്ഞു പോയിട്ടില്ല. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി വേണ്ടത്, ഇനി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ കടുക് ചേർക്കാവുന്നതാണ്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ 2 വറ്റൽമുളക്, കൂടെ ഒരു 10 ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി. ചെറുള്ളിക്ക് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സവാളയും ചേർക്കാവുന്നതാണ്. സവാള ആണെന്നുണ്ടെങ്കിൽ പകുതി സവാള ചേർത്താൽ മതിയാവും. ഒരു മീഡിയം സൈസിൻ്റെ. നമ്മളെ സവാളയിൽ നമ്മുടെ ചെറുപയർ തോരൻ തയ്യാറാക്കുന്നതിലും കൂടുതൽ ടേസ്റ്റ് നമ്മൾ ചെറിയുള്ളിയിൽ തയ്യാറാക്കുമ്പോഴാണ് കേട്ടോ. ചെറിയുള്ളിയുടെ കളറൊന്നും മാറണം എന്നുള്ള ആവശ്യമില്ല. നല്ല രീതിക്ക് ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ ഈ ചെറിയുള്ളിയെല്ലാം നല്ല രീതിക്ക് ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഒരല്പം കറിവേപ്പില, കൂടെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാക്കൂട്ടും കൂടി ചേർക്കാം. ഇനി നമ്മുടെ ഈ തേങ്ങാക്കൂട്ടിനും ആവശ്യമായിട്ടുള്ള ഒരല്പം മാത്രം ഉപ്പ് ചേർക്കാവുന്നതാണ്. നമ്മുടെ ഈ പയറിൻ്റെ ഉപ്പ് നോക്കിയിട്ട് വേണം ഇതിലേക്ക് ഉപ്പ് ചേർക്കാനായിട്ട്. ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. നമ്മുടെ ആ തേങ്ങയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ മാത്രം ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് നേരം നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പയർ ചേർക്കാവുന്നതാണ്. നമ്മുടെ ഈ പയറും ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് കുറഞ്ഞ ഫ്ലെയിമിൽ വേകാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ല സൂപ്പറായിട്ട് ഒന്ന് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള ചെറുപയർ തോരനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു ചെറുപയർ തോരൻ നിങ്ങളും വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക.
എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.